വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടായി പനീർ. ആദ്യം കടായി മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 2 ചുവന്ന മുളക്, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തീ കത്തിക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത മസാല ഇനി അടുപ്പ് കത്തിച്ച് കറി ഉണ്ടാക്കാൻ നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഉള്ളിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. കളറ് മാറരുത്. ഇതൊന്നിട്ടൊന്ന് വാട്ടിയിട്ട് വേണം ഉള്ളി ചേർക്കേണ്ടത്. ഈ ഉള്ളി ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു ബേ ലീഫിൻ്റെ പകുതി, അര ടീസ്പൂൺ ജീരകം, ഇനി ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉള്ളി നന്നായിട്ട് വാടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ പ്യൂരി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു വലിയ തക്കാളിയുടെ ഇടയ്ക്ക് വരുന്ന സൈസിലുള്ള ഒരു തക്കാളി അരച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് കടായി മസാല, കടായി മസാല തയ്യാറാക്കുമ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളകും കുരുമുളകും ഒക്കെ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക്
തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയും ക്യാപ്സിക്കവും പനീർ 200 ഗ്രാം, അതിലേക്ക് 1 കപ്പ് വെള്ളം, 250 ml കപ്പാണ്. ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിം ഒരല്പം ഉപ്പും കൂടെ വേണം. രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ചെറുതായിട്ട് ചൂടാക്കി കൈകൊണ്ട് തിരുമ്മി പൊടിച്ചാണ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില. മല്ലിയിലയൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. തീ ഓഫ് ചെയ്യാം. എൻ്റെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സജസ്റ്റഡ് വീഡിയോസും പ്ലേലിസ്റ്റും ചെക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.